രുചീഷിന്റെ വിവരങ്ങളുമായി. രുചീഷ്, ഏത് ജില്ലയ്ക്കാണ് ഒന്നാമതെത്തിയത്? ആരാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, മലപ്പുറത്തിന് സ്വർണം. മലപ്പുറം നാവാ മുകുന്ദയുടെ ആദിത്യ അജി സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നു. മികച്ച പ്രകടനത്തിൽ സ്വർണം സ്വന്തമാക്കിയിരിക്കുക. അല്പസമയത്തിനകം തന്നെ ആ സെക്കൻഡുകൾ നമുക്ക് അറിയാനാകും. ഒരു മികച്ച ദൂരത്തിൽ തന്നെ എതിരാളികളെ മറികടന്നാണ് ആദിത്യ ഇപ്പോൾ സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു ഫോട്ടോ ഫിനിഷ് നോക്കുകയാണ്. 12.1 സെക്കൻഡിൽ മലപ്പുറത്തിന് സ്വർണം. ആദിത്യ അജി 12.26 സെക്കൻഡിൽ കോഴിക്കോടിന് വെള്ളി. ജ്യോതി ഉപാധ്യായ കോഴിക്കോടിന് വേണ്ടി വെള്ളി സ്വന്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തിന്റെ അനന്യ സുരേഷ് 12.42 സെക്കൻഡിൽ വെങ്കലം സ്വന്തമാക്കിയിരിക്കുന്നു. ആദിത്യ വീണ്ടും മലപ്പുറത്തിന് ഒരു മെഡൽ. ഇതുവരെ ചെയ്തതിൽ എൻ്റെ ബെസ്റ്റ് ടൈമാണ്. നാഷണലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് സെക്കൻഡ് വന്നിരുന്നു അണ്ടർ-20 വിഭാഗത്തിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല പോലെ ചെയ്യാൻ പറ്റി. പ്രതീക്ഷിച്ച ടൈം വന്നിട്ടില്ല. എൻ്റെ ഹാൻഡ് ടൈം ബെസ്റ്റ് ഒക്കെ വേറെയാണ്. എന്നാലും ഇലക്ട്രോണിക്കലി ഇത് ബെസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. മറ്റുള്ള നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം ചെയ്യാനും പറ്റി. എൻ്റെ കോച്ചസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. രുചീഷ്, കടുത്ത മത്സരമായിരുന്നു എന്നാണ് ഇപ്പോൾ ആദിത്യ പറഞ്ഞിരിക്കുന്നത്. മലപ്പുറത്തിനാണ് വിജയം കൊയ്തിരിക്കുന്നത്. വേഗറാണി ആയിരിക്കുകയാണ് ആദിത്യ. അഖില, കഴിഞ്ഞ തവണ മലപ്പുറം അത്ലറ്റിക്സിൽ ായ ടീമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാടിന്റെ ഒരു കുതിപ്പ് തടയാൻ മലപ്പുറത്തിന് സാധിക്കുമോ എന്ന പ്രതീക്ഷയിൽ എന്തായാലും ഒരു സ്വർണം മലപ്പുറം ഇപ്പോൾ നേടിയിരിക്കുന്നു. അത് ആദിത്യ അജിയിലൂടെ തന്നെ നേടിയെന്നത് ആദിത്യ പറയുന്നത് പോലെ വലിയ ഒരു മത്സരം നമുക്ക് സമയം നോക്കുമ്പോൾ തന്നെ അറിയാം. മികച്ച സമയത്തിന്റെ ഒരു വ്യത്യാസം എന്തായാലും അവിടെ കാണാനില്ല. എല്ലാവരും തന്നെ 13 സെക്കൻഡിൽ താഴെ ഉള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ തരത്തിൽ തന്നെയായിരുന്നു ഹീറ്റ്സിലും ഉണ്ടായിരുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചാണ് ഫൈനലിലേക്ക് എത്തിയത്. സമാനമായ ഒരു പ്രകടനം ഇവിടെ ആദിത്യക്ക് ഇവിടെയും കുറിക്കാനായി എന്നത് തന്നെയാണ് ഈ സ്വർണത്തിലേക്ക് എത്തിച്ചത്. 12.12 സെക്കൻഡിൽ ആദിത്യക്ക് ഇവിടെ സ്വർണം കുറിക്കാൻ സാധിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സീനിയർ പെൺകുട്ടികളിൽ ആദ്യത്തെ തന്നെയാണ് ആദ്യം ഹീറ്റ്സിൽ ഒന്നാമതുണ്ടായിരുന്നത്. 12.22 സെക്കൻഡ് ആയിരുന്നു ആദ്യത്തെ ഹീറ്റ്സിൽ ഉണ്ടായിരുന്നത്. അതിലും മികച്ചൊരു സമയത്തിലേക്ക് എത്താനായതാണ് ഇവിടെയും ഈ സ്വർണ്ണം നേടി തന്നെ മലപ്പുറത്തിന് ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവിടെ സീനിയർ ഗേൾസിൽ സാധിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു വേഗറാണി പട്ടത്തിലേക്ക് പോകുമോ എന്നറിയാൻ ഇനി നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കണം. കാരണം ആ മറ്റ് മത്സരങ്ങൾ കൂടി 12.45 സെക്കൻഡിലായിരുന്നു ദേവനന്ദ. എന്തായാലും സബ് ജൂനിയറിൽ നിന്നൊരു അത്ഭുത പ്രകടനം നമ്മൾ ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുക. എന്തായാലും വേഗറാണി അത് ആദിത്യ അജി എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം ഉറപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രകടനം സബ് ജൂനിയർ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകണം. നിലവിലെ സമയത്തിൽ അതുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സമയം പരിശോധിക്കുമ്പോൾ നമുക്കത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദിത്യ അജി തന്നെയാകും ഈ മീറ്റിന്റെ വേഗറാണി എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് ഉണ്ടായത്. എന്തായാലും പാലക്കാടിന്റെ ഒരു ആധിപത്യം രാവിലെ കണ്ടെങ്കിൽ മറ്റ് ജില്ലകൾ കോഴിക്കോടും മലപ്പുറവും എല്ലാം തന്നെ, അതോടൊപ്പം തിരുവനന്തപുരവും ഈ അത്ലറ്റിക്സിന്റെ മീറ്റിലേക്ക് കൂടുതൽ ആവേശത്തോടെ കൂടുതൽ പോയിന്റുകൾ നേടുന്ന തരത്തിൽ വരുന്നു. അതോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് മികച്ച പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും അത്ലറ്റിക്സ് വലിയ ആവേശത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആവേശം നിറയ്ക്കുന്ന ഈ മേളയുടെ മത്സരങ്ങളിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരം ഈ 100 മീറ്റർ മത്സരങ്ങൾ തന്നെയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ജൂനിയർ പെൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞു, ജൂനിയർ ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞു, ഇപ്പോൾ സീനിയർ പെൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞു. ഇനി വേഗരാജാവിനെ തീരുമാനിക്കും എന്ന് നമ്മൾ കരുതുന്ന ഒരു മത്സരം, സീനിയർ ബോയ്സിന്റെ മത്സരം നടക്കാനിരിക്കുകയാണ്. നേരത്തെ അതുലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അത്ഭുത പ്രകടനം നമ്മൾ കണ്ടു. അതുലിന്റെ പ്രകടനത്തെക്കാൾ മികച്ച സമയം കുറിക്കാൻ ഇവിടെ സീനിയർ ബോയ്സിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്നത് തന്നെയാണ് ഇനിയുള്ള ചോദ്യം. കാരണം ഇവിടെ ആ അർത്ഥത്തിൽ ഒരു പ്രകടനം ഉണ്ടായില്ലെങ്കിൽ അതുൽ തന്നെയാകും ഈ മീറ്റിന്റെ വേഗരാജാവ്. ആ അർത്ഥത്തിൽ വലിയ ആവേശം ഇവിടെ കാണാം. നമുക്ക് ഗാലറിയിലും കാണാം.
നിരവധി ആളുകൾ ഈ സമയമായിട്ടും ഇവിടെ ഈ 100 മീറ്റർ മത്സരം കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ എല്ലാ ഭാഗങ്ങളിലുമായും ആളുകൾ ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ ഭാഗത്തും അതോടൊപ്പം സ്റ്റാർട്ടിംഗ് ലൈനിന്റെ ഭാഗത്തും ഒക്കെയായി നിരവധി ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് ഈ വേഗരാജാവിനെയും വേഗറാണിയെയും കാണാൻ. നമുക്കറിയാം, ഇവർ പറയുന്നത് ഏറ്റവും ഒടുവിൽ ആദിത്യജി പറഞ്ഞതുപോലെ ഈ പരിശീലകർക്കാണ് ഈ വിജയം സമ്മാനിക്കുന്നതെന്നാണ് ഈ താരങ്ങൾ പറഞ്ഞത്. നേരത്തെയും അതുലിന്റെ ഭാഗത്തു നിന്നും കണ്ടു. ഈ പരിശീലകർക്കൊപ്പം അവരുടെ ഒരു ആവേശം ഈ തുടർച്ചയായ മാസങ്ങളിലെല്ലാം തന്നെ കഠിനമായ പരിശീലനത്തിന് ശേഷം എത്തിയ ഒരു മത്സരമാണ്. ഒരു ചെറിയ പിഴവിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു മത്സരമാണ് 100 മീറ്റർ മത്സരം. കാരണം 10-11 സെക്കൻഡുകൾക്ക് തീരുന്ന ഒരു മത്സരം എന്ന് തന്നെ ഒരു ചെറിയൊരു പിഴവിന് അത് വലിയ വില കൊടുക്കേണ്ടി വരും. അവിടെ ഏറ്റവും മികച്ച പ്രകടനം സാധിക്കുക എന്ന് തന്നെയാണ് ഓരോ താരവും ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു അത്ഭുത പ്രകടനം എന്തായാലും ഇത്തവണ പുരുഷ വിഭാഗത്തിൽ നിന്ന്, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് ജൂനിയർ വിഭാഗത്തിൽ നമുക്ക് കണ്ടു. അതോടൊപ്പം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സീനിയർ വിഭാഗത്തിലും സമാനമായ ഒരു മികച്ച പ്രകടനം ആദിത്യ അജിയിൽ നിന്നും കണ്ടു. ഇനി